നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 2.5 കിലോ MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. കണ്ണൂർ സ്വദേശി ഫാസിലാണ് പിടിയിലായത്. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി എന്ന വകുപ്പ് ചുമത്തി പോലീസ്. കടുത്ത പ്രതിഷേധവുമായി BJP. അനീഷ് കുമാറിനെതിരെയുള്ള പോലീസ് നടപടി CPM തന്ത്രമെന്ന വിലയിരുത്തൽ. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ED നടപടി കടുപ്പിച്ച സാഹചര്യത്തിൽ ഇതിന് ബദലായാണ് ജില്ലാ അധ്യക്ഷനെതിരെ കേസെടുത്തതെന്ന് BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ ക്രിമിനൽ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിനെതിരെ BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഴയ നടക്കാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൃശൂർ കോർപ്പറേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. ചാലക്കുടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിയേറ്റ +1 വിദ്യാർത്ഥി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ജൂൺ 28-നാണ് സംഭവമുണ്ടായത്. ചാവക്കാട് കടപ്പുറം കറുകുമാട് പുരുഷന്റെ മൃതദേഹം പുഴയിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തി. 4 മണിക്കാറ്റ് മുല്ലപ്പുഴയിലാണ് മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിയൂർ പാടുക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. വടൂക്കര സ്വദേശിനി അറക്കപ്പാടൻ വീട്ടിൽ സാബുവിന്റെ ഭാര്യ 30 വയസ്സുള്ള വിൻസി വർഗീസാണ് മരിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം. 9 മാസത്തിലധികമായി ജനറൽ കൌൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും അരവിന്ദാക്ഷൻ പങ്കെടുത്തിട്ടില്ല. കൌൺസിലറെ നഗരസഭാ സെക്രട്ടറി സംരക്ഷിക്കുകയാണെന്ന് ആക്ഷേപം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. തർപ്പണ തിരുനാൾ കൊടിയേറ്റം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നാളെ പ്രഖ്യാപിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI, AISF തുടങ്ങിയ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒല്ലൂർ പനംകുറ്റിച്ചിറ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 65 വയസ്സ് തോന്നിക്കുന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. അകമല ഈശ്വരത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. പാറമേക്കാവ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ വൈദ്യ പരിശോധനാ കേന്ദ്രം ക്ഷേത്രം കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാറമേക്കാവ് കൃപാഞ്ജലി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക് ഡോക്ടർ K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ചർച്ച് റോഡിലെ കനാൽ പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. കൈവരികൾ പുനർനിർമ്മിക്കാൻ അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന കർഷകർക്ക് കുന്നംകുളത്ത് പരിശീലനം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് കുംഭാര കോളനിയുടെ പേരുമാറ്റി നിവാസികൾ. അമ്മ നഗർ എന്നാണ് പുതിയ പേര്. ചാലശ്ശേരി കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പു കൃഷിക്കുള്ള നടീൽ തുടങ്ങി. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നടീലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചിരുന്നു. ഏനാമാക്കൽ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. അവകാശ ദിനാചരണം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. പൊറത്തൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. പൊങ്ങണംകാട് പള്ളിയിൽ അവകാശ സംരക്ഷണ ദിനവും ധർണയും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ അവകാശ ദിനാചരണം നടത്തി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുഃഖാന തിരുനാൾ ഭക്തിനിർഭരമായി. ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ജിജി ജോർജ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
മണലൂർ പഞ്ചായത്ത് ഓഫീസ് ക്യാന്റീനിന് പുറകുവശത്ത് അപകടകരമായ നിലയിൽ നിന്നിരുന്ന മാവിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റി. അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എക്സ് ഗൾഫാർ സൗഹൃദ കൂട്ടായ്മയുടെ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന് സാമ്പത്തിക സഹായം നൽകി. സന്തോഷ് മാടക്കായി അധ്യക്ഷത വഹിച്ചു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വനം വകുപ്പിന്റെ ഫോറസ്ട്രി ക്ലബ് ഉദ്ഘാടനം നടത്തി. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ K മനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയ്ക്ക് പിറന്നാൾ ആശംസകളുമായി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പ്രധാന അധ്യാപിക ജാൻസി, സാംസി സക്രിയ, ടൊറിൻ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ആളൂരിൽ BJP പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ലോചന നമ്പാട്ട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ദുഃഖാന ദിനത്തിൽ KCYM കുരീച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുരീച്ചിറയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് 1 ലിറ്റർ ഡീസൽ സൌജന്യമായി വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റസ് ആന്റണി, ജോബിൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ജിയോ, എയർടെൽ, VI തുടങ്ങിയ കമ്പനികളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ അവകാശ ദിനാചരണം നടത്തി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ കലോത്സവം ഈ മാസം 13, 14 തീയതികളിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടക്കും. 3 വിഭാഗങ്ങളിലായിരിക്കും മത്സരം നടക്കുക. ഈ മാസം 8, 9 തീയതികളിൽ കടകളടച്ച് രാപ്പകൽ സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ മേഖലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ഞായറാഴ്ച നടക്കും. 2023 ഏപ്രിൽ 15-നാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. കുന്നംകുളം പോർക്കുളത്ത് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ക്രൈസ്തവർ വിവേചനവും അവഗണനയും നേരിടുകയാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ വിവേചനം മൂലം ക്രൈസ്തവരിൽ എത്തുന്നില്ലെന്നും ബിഷപ്പ്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ ദുഃഖാന ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളറക്കാട് മണ്ണാംകുന്ന് സ്വദേശി 45 വയസ്സുള്ള വിബീഷാണ് മരിച്ചത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടേക്കൽ, ഫാദർ ജോബി പുറത്തൂർ, ഫാദർ ജോമോൻ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവൃത്തി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കീഴ്ശാന്തി അന്തരിച്ചു. 6 പതിറ്റാണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായി പ്രവർത്തിച്ചുവരുന്ന തേലപ്പറ്റ കൃഷ്ണൻ നമ്പൂതിരിയാണ് മരിച്ചത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.